ഗൈസ് ഈ സ്ഥലത്തിന്റെ പേര് കാശ്മീർ അല്ല കാശ്മോർ മീൻസ് आपका हाथ में कितना कैश है നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടോ അത്രത്തോളം ആഷ്മോർ എന്നാണ് ഈ സ്ഥലത്തിനെ പറ്റി പറയണത്. പിന്നെ ഈ ഗുൽമർഗിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു വലിയൊരു ഏരിയ ആണ്. ഇവിടെ കറങ്ങാനായിട്ട് ചുരുങ്ങിയത് ഒരു 3 ദിവസമെങ്കിലും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുൽമർഗ് മാത്രം കേട്ടോ. അപ്പോൾ ജമ്മു കാശ്മീർ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു മാസമെങ്കിലും കൈ പിടിച്ചിട്ട് പോകും. फॉल जा सकते हो, वाटरफॉल जा सकते हो. वाटरफॉल है इधर जी, बूटा पथरी है वो नीचे मिलेगा. क्या नाम है उसका? वाटरफॉल ड्रंग जी, टंगमार्ग में मिलेगा. കേട്ടല്ലോ, ഒരുപാടുണ്ട് കാണാനായിട്ട്, കുറച്ചല്ല ഒരുപാട്. और वो नीचे विलेज टूर में मिलेगा. പിന്നെ ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. ജബ് തക് ഹേ ജാന തുടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഹിന്ദി സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനെ കൂടിയാണ് ഇപ്പോൾ നമ്മളിത് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ, എടുത്ത് പറയാണ്ട് വയ്യ കേട്ടോ. ഇവിടുത്തെ റോഡരികിൽ നിൽക്കുന്ന ഈ ചെടികൾക്ക് പോലും കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. നേരെ നമ്മൾ പോകണം ഇനി കേബിൾ കാറിൻ്റെ അടുത്തേക്ക്. നമ്മൾ കേബിൾ കാറിൻ്റെ സ്ഥലത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടിനാണെങ്കിൽ നല്ല ചാറ്റൽ മഴ. ഈ കേബിൾ കാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണിത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഐ ലവ് ഗുൽമർഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് കാണാം. അവിടെ നിന്ന് നേരെ പോയാലാണ് ഈ പറഞ്ഞ കേബിൾ കാറിൻ്റെ അടുത്തേക്ക് വന്നത്. ഇത് ഇങ്ങനെ ഒരു സൈനേജ് കണ്ടാൽ അവിടെ നിന്ന് ഈ ഗണ്ടോല എന്ന് കാണിച്ചിരിക്കുന്ന ഈ റൂട്ടിലോട്ട് നേരെ പോയാൽ നമുക്ക് ഈ കാണുന്നതാണ് കേബിൾ കാറിൻ്റെ ലൊക്കേഷൻ. കാണുന്നതാണ് കേബിൾ കാറിൻ്റെ ലൊക്കേഷൻ. ഗൈസ്, ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് ഹൗസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഈ വഴി കൂടെ നമുക്ക് ഇറങ്ങി വന്നാൽ നമുക്ക് നേരെ ഈ കാണുന്ന ബിൽഡിംഗാണ് കേബിൾ കാറിലേക്ക് പോകുന്നത്. നമ്മൾ ആ ബിൽഡിങ്ങിനകത്ത് കയറി കഴിഞ്ഞാൽ നേരെ ഇവിടെ സ്കാനർ ഉണ്ട്. പക്ഷേ സ്കാനിങ് അവർ ശുചി തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിലെ മുകളിലേക്ക് അതെ, ഈ സ്റ്റെപ്സൊക്കെ കയറി നേരെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാണുന്നത് ഒരു മിലിറ്ററി ഓഫീസറിനെയാണ്. അദ്ദേഹം പിന്നെ യൂണിഫോമിലായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ അവിടെ നിന്ന് ഒഴിവാക്കി നേരെ ക്യൂവിലേക്ക് പോവാണ്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഏരിയയിൽ സിഗ്സാഗ് എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് ഈ ഒരു ക്യൂ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടി. ഇവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ഒരുപാട് ആളുകളെ ക്യൂവിൽ നിർത്താനും വരി തെറ്റിക്കാതിരിക്കാൻ വേണ്ടി സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നിവിടെ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. നമ്മുടെ ക്യൂവിൽ ആകെ 4-5 പേര് മാത്രമാണ് ഇപ്പോൾ ക്യൂവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് നേരെ കേബിൾ കാറിൽ കയറി നമുക്ക് നേരെ ഈ മൗണ്ടൻ്റെ മുകളിലേക്ക് പോവാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനാണ്. ഇങ്ങനെ കേബിൾ കാർ വരും, നമുക്കിതിനകത്തേക്ക് കയറാം. അയ്യോ, നമ്മൾ കേബിൾ കാറിനകത്ത് കയറിയ ശേഷമാണ് മനസ്സിലായത് നല്ല മഴ പെയ്ത കാരണം എല്ലാ ഗ്ലാസ്സുകളൊക്കെ മൂടൽമഞ്ഞ് പോലെ എന്താ പറയുക, ശരിക്കും വിസിബിലിറ്റി വളരെ കുറവാണ്. നമ്മൾ ക്യാമറയൊക്കെ വെച്ച് നോക്കി ആദ്യമൊന്നും കിട്ടുന്നില്ല. പിന്നെ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ചാണ് ഒരു വിധത്തിൽ നമ്മൾ ഒരു ചെറുതായിട്ട് പുറത്തുള്ള ഒരു വിസിബിലിറ്റിക്ക് ഒന്ന് ഒപ്പിച്ചെടുത്തത് വേണം പറയാനായിട്ട്. മാത്രമല്ല നമ്മളുടെ ഈ കേബിൾ കാർ പോയിക്കൊണ്ടിരിക്കുന്ന പൈൻ മരങ്ങളുടെ ഇടയിലാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ ഈ കേബിൾ കാർ നിർത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാർ കയറുമ്പോൾ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട്. പക്ഷേ ഇത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമൊക്കെ നമ്മൾ പാരലായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുത്തനെയുള്ള മലകളുടെ മുകളിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങി. അതും മറ്റൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളുടെ സാധാരണ നമ്മൾ കേബിൾ കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഓപ്പോസിറ്റ് വരുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. പക്ഷേ ഇത് നല്ല മഴ കാരണം നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. കാരണം നമുക്ക് തന്നെ പുറത്തേക്ക് കഷ്ടിച്ചേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഗ്ലാസ്സൊക്കെ തുടച്ചും പിടിച്ചൊക്കെയാണ് നമ്മൾ ആ ഒരു വിഷ്വൽ പകർത്തിയത്. അതൊരു നല്ല ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു. കേബിൾ കാർ ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ച കാണാൻ നല്ല രസമാണ്. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് ഒരുപാട് അകലെയായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേഷൻ കാണാൻ പറ്റുമായിരുന്നേ. അപ്പോൾ ആ സ്റ്റേഷനിൽ അതേ എത്തിയെന്ന് വേണം പറയാനായിട്ട്. നമ്മളത് ഈ സ്റ്റേഷൻ കാണാൻ നല്ല പച്ച കളറിൽ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റേഷനാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. സ്റ്റേഷനിലെത്തി, സ്റ്റേഷനിലേക്ക് കയറാൻ
ബാക്ക് ആയിട്ട് കേബിൾ കാറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതെ, ആ കേബിൾ കാറുകളിൽ നിന്ന് വന്നിരിക്കുന്ന ഗസ്റ്റുകൾ ഇറങ്ങിയിട്ട് അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നു. അതെ, ഈ വന്ന് ഇറങ്ങുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഗ്ലാസ് ക്യാബിൻ കാണാം. ആ ക്യാബിനകത്ത് സ്റ്റേഷൻ മാസ്റ്റർ ഇരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് അവിടെ നിന്നിട്ട് ഈ കേബിൾ കാറുകളെല്ലാം നിയന്ത്രിക്കുന്നത്. പിന്നെ നമ്മൾ കാണാവുന്നതാണ്, ഓരോന്നായിട്ട് ഡോറുകൾ തുറക്കുന്നു, ഗസ്റ്റുകൾ ഇറങ്ങുന്നു, വീണ്ടും പുറത്തോട്ട് പോകുന്നു. ഇതെല്ലാം നമുക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ. അപ്പോൾ ശരി, നമ്മളിവിടെ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. നമുക്കും കാഴ്ചകൾ കാണണമല്ലോ. അപ്പോൾ നേരെ പുറത്തോട്ട്. അങ്ങനെ നമ്മൾ പതുക്കെ സ്റ്റേഷൻ്റെ പുറത്തോട്ടേക്ക് ഇറങ്ങി. അപ്പോഴാണ് മനസ്സിലായത് സ്റ്റേഷൻ ഭൂനിരപ്പിൽ നിന്നും മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയ ശേഷം വേണം നമുക്ക് താഴെ എത്താനായിട്ട്. അതാ കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങി വലത്തോട്ട് നോക്കിയപ്പോൾ അവിടെ കണ്ടതൊരു റെസ്റ്റോറൻ്റ് ആണ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലായിട്ട് ഒരു 3 ഗ്ലാസ് ഡോംസ് സെറ്റ് ചെയ്തേക്കണ കാണാം. അതെ, ഇവിടെ മഞ്ഞായാലും മഴയായാലും ഈ ഗ്ലാസ് ഡോംസിൻ്റെ ഉള്ളിലിരുന്ന് നമുക്ക് ഇതെല്ലാം ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വിധത്തിലാണ് ഈ ഗ്ലാസ് ഡോംസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പിലുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് കോങ്ടൂരി ഗുൽമർഗ് എന്നാണ് പറയുന്നത്. അതായത് താഴേന്ന് കേബിൾ കാർ വന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൈറ്റ് സീനിങ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ഒടുക്കത്തൊരു എന്താ പറയുക, ഒരു സൈറ്റ് സീനിങ് ആണ് ഇവിടെ. ഇതിൻ്റെ മുമ്പിലൊരു മൗണ്ടൻ കണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ഫോഗ് കാരണം കാണാൻ പറ്റുന്നില്ല, പക്ഷേ എനിക്കിവിടെ നിന്ന് കാണാം. ഇതല്ല കേട്ടോ, ഈ മൗണ്ടൻ അല്ല, ഇതിന് മുകളിൽ ഇതാ ഇവിടെ ഇത്രയും ഹൈറ്റിൽ ഫുൾ മൗണ്ടനാണ്. അവിടേക്ക് എന്താ പറയുക, ഫുള്ള് ഗ്രീനറി. വേണമെങ്കിൽ നമുക്ക് നടന്നു കയറാവുന്ന വിധത്തിലുള്ള വലിയൊരു മൗണ്ടൻ, അടിപൊളി വ്യൂ. എന്ത് തന്നെയായിരുന്നാലും എനിക്ക് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും ഈ ഒരു എന്താ പറയുക ഫോഗിൻ്റെ ഭംഗിയും എല്ലാം ഒരുപാട് ഇഷ്ടമായി. ഓരോ യാത്രയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകുന്നത്. ഇന്ന് ഈ കോങ്ടൂരിൽ വന്നപ്പോൾ നമുക്ക് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഹോഴ്സ് റൈഡേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. അവരോടൊപ്പം തന്നെ ഞാൻ ചായ കുടിക്കാനായിട്ട് അവരുടെ പേഴ്സണലായിട്ട് അവർ ഗ്യാദർ ചെയ്യുന്ന സ്ഥലത്തേക്ക് അവർ നമ്മളെ വിളിച്ചിട്ട് പോയി. അവിടെ ചെന്നു, അവർ നമുക്ക് ചായ തന്നു. അതിനുശേഷം ഭക്ഷണം കൂടി കഴിച്ചിട്ട് പോകാൻ പറഞ്ഞ് അവരെനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു. ആ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാൻ പറ്റാത്ത കാരണം ഞാൻ അവിടെ നിന്ന് പാഴ്സൽ എടുത്തിട്ട് നേരെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ അവിടുത്തെ ലോക്കൽസായിട്ട് കുറച്ച് നേരം സ്നേഹബന്ധം സ്ഥാപിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് അവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ കാണുന്നത് കോങ്ടൂരി സ്റ്റേഷനിൽ നിന്നും ഈ മൗണ്ടൻ്റെ മുകളിലേക്ക് പോകുന്നത്, അതായത് ഫേസ് 2ലേക്ക് പോകുന്ന ആ ഒരു ട്രാക്കാണ്. ഈ മൗണ്ടനിൽ ഇപ്പോൾ പെയ്ത മഴയിൽ നിന്ന് വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ആ ഒരു പുതിയൊരു നീർച്ചാല് വരുന്ന കണ്ടോ, വെള്ള കളറിൽ, അത് പുതിയ ഒരു അരുവി ഉത്ഭവിക്കുന്നതാണ്. ഗൈസ്, അങ്ങനെ നമ്മളുടെ ഈ വീഡിയോയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരും വരെ ദിസ് ഇസ് റേഗൻ മാത്യു സൈനിങ് ഓഫ്. മാസ്സലാമ.